പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ഇന്ന് നവംബർ 24 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ
ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അത് ഒന്നോ രണ്ടോ ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തില്ലേ 1:37, പിന്നെ മത്തായിയുടെ സുവിശേഷം മത്തായി 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ദുഷ്കരമാണെന്ന് ദൈവം തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മൾ ദൈവത്തിനെല്ലാം അസാധ്യമാണെന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഇന്ന് എല്ലാം സാധ്യമാണ്. കർത്താവ് മരിക്കണതിന് മുമ്പ് ഗെത്സെമനിയിലെ ചോര വീർത്തുള്ള പ്രാർത്ഥനയില്ലേ, അപ്പോഴും ഈശോ പറയേണ്ടത് ഇതാണ്: പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. മർക്കോസ് 14:36. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യം. പക്ഷെ എല്ലാം സാധ്യമാകുമ്പോഴും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ നീതിബോധം എല്ലാം ലളിതമാക്കണില്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്, പക്ഷെ എല്ലാം സിമ്പിളല്ല. അതിൻ്റെ കാരണം എന്താ? ഇപ്പം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യരുടെ പാപങ്ങൾ ഈശോ ഈ ഭൂമി വന്നപ്പോൾ എന്താ പറയണത്? മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞു. പാപം മോചിച്ച് സിമ്പിളായിട്ട് പാപം മോചിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം മനുഷ്യരാശിയുടെ പാപങ്ങളെ ദൈവത്തിന് സിമ്പിളായിട്ട് മോചിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ നീതിബോധം ഈ എല്ലാം സാധ്യമായ ദൈവത്തിന് എല്ലാം സിമ്പിളാകുന്നില്ല. ദൈവം അത് സിമ്പിളാക്കാത്തതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അത് ദൈവത്തിൻ്റെ നീതിബോധമാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് യേശു ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യ ശരീരത്തിൽ പാപത്തെ ശിക്ഷ വിധിച്ച് റെക്ടിഫൈ ചെയ്യുന്ന ആ വീണ്ടെടുപ്പില്ലേ, അത് ഭയങ്കര സങ്കീർണമല്ലേ. എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞ് സിമ്പിളാക്കിയാൽ മതിയായിരുന്നല്ലേ? സിമ്പിളല്ല. എല്ലാം സാധ്യമാണ്, എല്ലാം സിമ്പിളല്ലേ. ഞാൻ എന്താ ഇപ്പോൾ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ട സിമ്പിളാക്കാവേ, പക്ഷെ ദൈവം സിമ്പിളാക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ നീതിബോധമാണ്. അതുപോലെ തന്നെയാണ് ദൈവം നമ്മളുടെയൊക്കെ എന്നും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി അവരുടെ നട്ടലിങ്ങനെ വളഞ്ഞിരിക്കരുത്. അവർ 2 പ്രാവശ്യം മെഡിക്കലിൽ അവർ റിജക്റ്റഡായി. 3ാമത്തെ പ്രാവശ്യം അവൾ മെഡിക്കലിൽ വന്ന് എന്താ വെച്ചാൽ ഈശോയോട് പറയും, ഈശോ എൻ്റെ നട്ടൽ വളഞ്ഞതാണെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. അപ്പോൾ ചിലപ്പോൾ ഈ സമയത്ത് ഞാൻ മെഡിക്കൽ റിജക്റ്റ് ആകും. പക്ഷേ എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട്. ഞാൻ റിജക്റ്റ് ആയാലും ശരി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ വേറെ മാർഗങ്ങളുമില്ല. പക്ഷെ ഞാൻ റിജക്റ്റ് ആയാലും ശരി, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കളങ്കവും ഉണ്ടാകത്തില്ലെന്ന് പറയും. അപ്പോഴെന്താ, ആ ഒറ്റ സംഭവം വളഞ്ഞുപോയ നട്ടല് ആ ഒറ്റ ടെസ്റ്റിൽ നേരെയായി. ഇപ്പം സിമ്പിളാണ് ദൈവത്തിന്. പക്ഷേ എന്താ പ്രശ്നം? അതിനകത്ത് അവൾ എന്താ പറഞ്ഞിരിക്കണത്? അവൾ അതിൻ്റെ അകത്ത് ആ പ്രെയറിൻ്റെ അകത്ത് ഒരു സത്യസന്ധത സാധാരണ ആൾക്കാർക്ക് കിട്ടാത്തൊരു സാധനമാണ്. അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരും. പ്രാർത്ഥന കുറയും, വചന വായന കുറയും, ദൈവത്തോട് ബന്ധപ്പെട്ട ആത്മീയമായ എല്ലാ വിഷയങ്ങളും കുറയും. അപ്പം ഇവളത് നേരത്തെ മുൻകൂർ ജ്ഞാനവരം ഉള്ളത് കൊണ്ട് അവൾ മനസ്സിലാക്കി, കർത്താവേ, എനിക്കതിന് കുഴപ്പമുണ്ടെങ്കിലും അത് എൻ്റെ കുഴപ്പം മാത്രമായിരിക്കും. അത് ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല. പക്ഷെ എനിക്ക് നിന്റെ സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കത്തില്ല. ഉടമ്പടി ഇപ്പോൾ വളർന്ന് മനുഷ്യരെ ശരിക്കും വളർന്ന വലിയ
ആൾക്കാരെ ഉടമ്പടിയിലൂടെ ഇപ്പോൾ ഉടമ്പടി നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ഈടിറ്റ ദൈവിക മനുഷ്യരെ ഉടമ്പടി ലോകത്തിന് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയൊരു ആധ്യാത്മികമായ മുന്നേറ്റ കാലത്താണ് നീ ജീവിക്കണമെന്ന് ഓർക്കണം. ദൈവതിരുസന്നിധിയിൽ എല്ലാം സാധ്യമാണ് എന്ന ഒന്നും ലളിതമാക്കാത്ത ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാക്സിമം ആയിട്ട് ദൈവതിരുസന്നിധി ചെയ്യാൻ പറ്റുന്നത് വിശ്വാസത്തിൻ്റെ വിലയായിട്ട് ചെയ്ത് ശരിക്കും ദൈവമായിട്ട് വിഷയത്തെക്കാൾ വ്യക്തിക്കുള്ള ഉണ്ടാകുന്നൊരു ബന്ധത്തിൻ്റെ രീതിയിലേക്ക് വരാൻ ശ്രമിച്ചാൽ നമുക്ക് ദൈവ തിരുസന്നിധിയിലെ ഈസി ആയിട്ടുള്ള ഒരു റിലേഷനും കൊടുക്ക വാങ്ങലുകളും ട്രാൻസാക്ഷനും പിന്നെ സ്മൂത്ത് ആൻഡ് ഈസി റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ വെയിറ്റേജുള്ള പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ദൈവത്തിന് ഒരു അസസ്മെൻ്റ് വരുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ കഴിയണം. എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പ്രാർത്ഥന ലളിതമായിരിക്കും. അതുപോലെ ആധ്യാത്മിക ജീവിതവും ലളിതമായിരിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.